മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് നമ്പർ 2 കോൾഡ് വാർ അങ്ങനെ അത് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അതിന്റെ മെയിൻ താരം എന്ന് പറയുന്നത് ഒരു ഫ്രിഡ്ജാണ്. അതായത് എല്ലാവർക്കും ഓരോ ടീമിനും ഓരോ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രിഡ്ജിനകത്ത് മാക്സിമം നമ്പർ ഓഫ് ഐറ്റംസ് കുറേ സാധനങ്ങൾ പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങളിൽ നിന്ന് മാക്സിമം നമ്പർ ഓഫ് ഐറ്റംസ് ഫ്രിഡ്ജിനകത്ത് കയറ്റുക. ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസിനാണ് കേട്ടോ ഇമ്പോർട്ടന്റ്, അല്ലാതെ ഫ്രിഡ്ജ് നിറയ്ക്കുക എന്നുള്ളതല്ല ടാസ്ക്. ഫ്രിഡ്ജിനകത്ത് ഏറ്റവും കൂടുതൽ ഐറ്റംസ് നമ്പർ ഓഫ് ഐറ്റംസ് കയറ്റുന്ന ആരാണോ അവരായിരിക്കും വിജയിക്കുന്നത്. അപ്പൊ ഈ ടാസ്ക് കുറെ സാധനങ്ങളുണ്ട്. ഈ ബെഡ്ഷീറ്റ് അല്ലെ എന്താ പറയാ മറ്റേ ഈ ടൂൾ ബോക്സ് സാധനങ്ങൾ കുറെ എന്തൊക്കെയോ സാധനങ്ങൾ വാരി വലിച്ചിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതിന്റെയൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിലുള്ള സാധനങ്ങൾ, അതിന്റെ ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ഇത് വാരി വാരി ഫ്രിഡ്ജിനകത്ത് ഏറ്റവും പെട്ടെന്ന് വെക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് വിജയിച്ചിരിക്കുന്നത് ഒണീലിന്റെ ടീമാട്ടോ. ഒണീലിന്റെ ടീമാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ബിഗ് ബോസ് ഒരു പണിയും കൂടെ വെച്ചായിരുന്നു കേട്ടോ. കാരണം ആദ്യം ഇതുപോലെ പറഞ്ഞ് എല്ലാവരും ടാസ്ക് ഒക്കെ ചെയ്ത് അവസാനം നമ്പർ ഓഫ് ഐറ്റംസ് കൗണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് പറയാണ്, അതെ, ഈ ഫ്രിഡ്ജിനകത്ത് ഈ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ടൂൾ ബോക്സ് ഇതൊക്കെ കയറ്റി വെക്കുന്ന സാധനമാണോ ഫ്രിഡ്ജ്? ഫ്രിഡ്ജിനകത്ത് എന്താണോ വെക്കുന്നത്, ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണോ അതിൽ നിങ്ങൾ വെച്ച ഐറ്റംസ് കൗണ്ട് ചെയ്യുക. അതായത് ഫ്രിഡ്ജിനകത്ത് ഈ സാധാരണ വെക്കുന്ന ഐറ്റംസ് മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം കൊടുത്തു. അങ്ങനെ വന്നപ്പോഴത്തേനും കൗണ്ടിങ് ഒക്കെ ആകെ തലതിരിഞ്ഞ് പിന്നെ ഇവരൊന്നും കൂടെ കൗണ്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും എന്താ പറയാ ഇതിന്റെ ഫസ്റ്റ് വന്നേക്കുന്നത് ഒണീലിന്റെ ടീമാണ് ഏറ്റവും നമ്പർ ഓഫ് ഐറ്റംസ് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചേക്കുന്നത്. ഇതിൽ ഏറ്റവും ബാക്കിൽ വന്നത് ഷാരികയുടെ ടീമായിരുന്നു കേട്ടോ. ഷാരികയുടെ ടീം എന്ന് പറയുന്നത് അറിയാലോ, സഹായികളായിട്ട് അതില, നൂറ, അതുപോലെ തന്നെ നമ്മുടെ ബിന്നിയായിരുന്നു. അപ്പൊ അതിൽ നൂറയായിരുന്നു. ഇവര് എല്ലാവർക്കും കൂടെ രണ്ടുപേർക്കും കൂടെ കളിക്കാൻ പറ്റില്ലല്ലോ. ഇത്തവണ നൂറയായിരുന്നു കളിക്കാൻ ഇറങ്ങിയിരുന്നത്, നൂറയും ബിന്നിയും കൂടെ. അവസാനം പക്ഷെ ഷാരിക ബിന്നിനെ കുറ്റപ്പെടുത്തുന്നതൊക്കെയായിട്ട് പറയുന്നുണ്ട്. ബിന്നിനെ വിടണ്ടായിരുന്നു, അതിലെ നൂറേനെ തന്നെ വിട്ടാൽ മതിയായിരുന്നോ എന്തോ അത് കുറ്റപ്പെടുത്തുകയും പിന്നെ ബിന്നി അതിൽ സങ്കടപ്പെടുക, അങ്ങനെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഈ ടാസ്കിന്റെ സമയത്ത് മൊത്തത്തിൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് ഉൾപ്പെടുത്തണം, ഇത് ഉൾപ്പെടുത്തരുത്, അങ്ങനെ കുറെ വഴക്കുകളും കാര്യങ്ങളൊക്കെ അതിനിടയിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഷാരിക ഇങ്ങനെ ബിന്നിനെ കുറ്റപ്പെടുത്തിയത് അത്ര ശരിയായില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒന്നല്ലെങ്കിലും ഇവരെ സഹായിക്കാൻ വന്ന ആൾക്കാരല്ലേ അല്ലെ. ഇവർക്ക് അതായത് ഈ കളിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. ഈ നിൽക്കുന്നവരെ മിഡ് വീക്ക് സസ്പെൻഷനിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവര് കളിക്കുന്നത് അല്ലെ. അപ്പൊ പിന്നെ ചെയ്തു തരുന്നത് ഒരു സഹായം എന്നല്ലാതെ അതിൽ അതിനെ കുറ്റപ്പെടുത്തുന്നത് വളരെ മോശമായി പോയി എന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം.